Hi friends, welcome back to our channel Physics Tutorial. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +1 ഫിസിക്സിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സിന്റെ വീഡിയോ ആണ്. നിങ്ങൾ പലരും ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, അതായത് എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇന്ന് ചെയ്യാൻ പോകുന്നത് മോഷൻ ഇൻ എ സ്ട്രേറ്റ് ലൈൻ, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് 8 മാർക്ക് വെയിറ്റേജ് വരുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിനകത്ത് ഡിലീറ്റഡ് പോർഷൻസ് ഒഴികെ വരുന്ന ബാക്കി എല്ലാ കണ്ടന്റും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾ ഈ ചാപ്റ്റർ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലാക്കി വെക്കുന്നവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ ക്ലാസ്സസ്, അതായത് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആയിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്തുനിന്ന് ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. കാരണം പ്രീവിയസ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള ചാപ്റ്റേഴ്സിന്റെ പേരുകളൊന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ഞാൻ എല്ലാ ചാപ്റ്റേഴ്സും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ ആവശ്യമുള്ള ചാപ്റ്റേഴ്സ് പേരൊന്ന് കമന്റ് ചെയ്തോളൂ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. The first question is define instantaneous velocity. അപ്പൊ പേരിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് ഇൻസ്റ്റന്റേനിയസ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റന്റിൽ ഉണ്ടാവുന്ന വെലോസിറ്റി. അതായത് the velocity at an instant is called instantaneous velocity. അപ്പൊ നമ്മളൊരു വെലോസിറ്റി കൺസിഡർ ചെയ്യാണ് ഒരു പെർട്ടിക്കുലർ ടൈമിന്റെ, അതായത് ഇപ്പൊ ഒരു 5 സെക്കൻഡിലുള്ള ഒരു വെലോസിറ്റിയാണ് നമുക്ക് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ 5 സെക്കൻഡിലുള്ള വെലോസിറ്റിനെ നമുക്ക് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയാം. അതായത് ദ വെലോസിറ്റി അറ്റ് ആൻ ഇൻസ്റ്റന്റ് ഇസ് കോൾഡ് ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതിന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് v is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നാണ്. അതായത് ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ചേഞ്ച് ഇൻ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ദാറ്റ് ഈസ് വെലോസിറ്റി. ഇനി ഇവിടെ ലിമിറ്റ് എത്രയാണ്, ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണ്. ടൈം എന്ന് പറയുന്നത് എന്താണ്, വിച്ച് ഈസ് ക്ലോസ് ടു 0. അതായത് ടൈം 0 ആവുന്ന സമയത്ത് അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റി ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി ആണ് നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിനെ നമുക്ക് മറ്റൊരു രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെ ഡി എക്സ് ബൈ ഡി ടി എന്നാണ് റെപ്രസെന്റ് ചെയ്യുക. അതായത് v is equal to dx by dt എന്ന് പറയുന്നതാണ് എന്ത്, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി. അതായത് the velocity at an instant. Okay. Next question is when does the average velocity become ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി? അതായത് എപ്പോഴാണ് ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റിക്ക് ഈക്വൽ ആവുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആവറേജ് വെലോസിറ്റി നമുക്ക് ഇപ്രാവശ്യം ഡിലീറ്റഡ് പോർഷനിൽ വരുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ആവറേജ് വെലോസിറ്റിയെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാതിരുന്നത്. പക്ഷെ ഇവിടെ എപ്പോഴായിരിക്കും ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അല്ലെ, വെലോസിറ്റിയുടെ ആവറേജ് വാല്യൂ അത് എപ്പോഴായിരിക്കും ഇൻസ്റ്റന്റേനിയസ് ആവുന്നത്. അതായത് ടൈം ഇന്റർവെല് ഡെൽറ്റ ടി ടെൻസ് ടു 0 ആണെന്നുണ്ടെങ്കിൽ, അതായത് ടൈം 0 അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആവറേജ് വെലോസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിരിക്കും. v is equal to ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി. അത് എന്തിന് ഈക്വൽ ആണ്, ഡി എക്സ് ബൈ ഡി ടിക്ക് ഈക്വൽ ആണ്. അപ്പൊ ജസ്റ്റ് ആ ഒരു പോയിന്റ് ഓർത്തിരുന്നാൽ മതി. അതായത് ടൈം ഇന്റർവെല് നമ്മളൊരു പെർട്ടിക്കുലർ ടൈം ഇന്റർവെല് എടുക്കുമ്പോൾ അവിടെ ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് എടുക്കുകയാണ്. അപ്പൊ ആ കേസിൽ ഉണ്ടാവുന്ന വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി എന്തായിട്ട് മാറും, ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി ആയിട്ട് മാറും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ദ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ ഷോസ് ഡാഷ്. എന്തിനാണ് നമ്മൾ സാധാരണ ഒരു വെഹിക്കിളിനകത്ത് സ്പീഡോമീറ്റർ, അതായത് എല്ലാ വെഹിക്കിളിലും നമുക്ക് കാണാൻ പറ്റും സ്പീഡോമീറ്റർ. അതിന്റെ യൂസ് എന്താണ്, യെസ്, നമ്മൾ ഇൻസ്റ്റന്റേനിയസ് സ്പീഡ് കാണാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്, സ്പീഡോമീറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ദ സ്പീഡോമീറ്റർ ഓഫ് എ വെഹിക്കിൾ ഷോസ് ഇൻസ്റ്റന്റേനിയസ് സ്പീഡ്. The next question is define uniform motion. എന്താണ് യൂണിഫോം മോഷൻ? ഈ പേരുകളിൽ നിന്ന് തന്നെ നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും, ഇതൊന്ന് ഗസ് ചെയ്യാൻ പറ്റും അല്ലെ. അതായത് ഒരു ഒബ്ജക്ട് വിച്ച് ഈസ് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിച്ച് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം. അതായത് ഈക്വൽ ടൈം ഇന്റർവെല് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 5 സെക്കൻഡിനകത്ത് അത് ട്രാവൽ ചെയ്യുന്ന ടൈം, അതായത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും അടുത്ത 5 സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസും, അങ്ങനെ ഓരോ 5 സെക്കൻഡ്സ് എടുത്താലും അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത്തരം മോഷൻ യൂണിഫോം മോഷൻ എന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു സ്ട്രേറ്റ് ലൈൻ മോഷന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇഫ് ഇറ്റ് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം മോഷൻ അലോങ് എ സ്ട്രേറ്റ് ലൈൻ. അതായത് ഈ ചാപ്റ്ററിൽ നമ്മൾ സ്ട്രേറ്റ് ലൈൻ മോഷൻ ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് 1 ഡയമെൻഷണൽ മോഷൻ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. അതായത് ഇഫ് എൻ ഒബ്ജക്ട് മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം ഇറ്റ് ഈസ് കോൾഡ് യൂണിഫോം മോഷൻ. ഓക്കെ, അതായത് യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വിച്ച് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം.
ഇനി ഡ്രോ ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് 3 കേസസ് ആണ് പറഞ്ഞിട്ടുള്ളത്. പൊസിഷൻ ടൈം ഗ്രാഫുകൾ വരയ്ക്കണം. ഈ ഗ്രാഫുകളുടെ ഷേപ്പുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ എക്സ് ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്, വൈ ആക്സിസിൽ ഏത് ക്വാണ്ടിറ്റിയാണ് നമുക്ക് അറിയാവുന്നതാണ്. മാത്സിനകത്ത് നിങ്ങൾ ഗ്രാഫുകൾ വരയ്ക്കുന്നതാണല്ലോ. അതായത് എക്സ് ആക്സിസിൽ നമ്മൾ എപ്പോഴും എടുക്കുന്നത് എന്തായിരിക്കും, വേരിയബിൾ ആയിരിക്കും നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത്. അപ്പൊ ഇവിടെ ടൈം ആണ് വേരി ചെയ്യുന്നത് അല്ലെ. ടൈമിനനുസരിച്ചിട്ട് പൊസിഷൻ എന്ത് മാറ്റം വരുന്നു എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ടൈം നമ്മൾ എടുക്കുന്നത് എപ്പോഴും എവിടെ ആയിരിക്കണം, എക്സ് ആക്സിസിലായിരിക്കണം. അപ്പൊ ഇവിടെ പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറയുമ്പോൾ ടൈം നമ്മൾ എക്സ് ആക്സിസിൽ എടുത്തിട്ടുണ്ട്, പൊസിഷൻ എവിടെയാണ്, വൈ ആക്സിസിലാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് കേസ് നോക്കി നോക്കൂ, യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ആണ്. യൂണിഫോം ആണ് പോസിറ്റീവ് വെലോസിറ്റി. അപ്പൊ ടൈമും അതുപോലെ തന്നെ പൊസിഷനും എന്തായിരിക്കും, പ്രൊപ്പോർഷണൽ ആയിട്ടാണ് വേരി ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഗ്രാഫ് എങ്ങനെയാണ്, യെസ്, അതായത് നമുക്ക് ഇവിടെ ഫസ്റ്റ് കേസിൽ കിട്ടുന്നത് എന്താണ്, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. അതായത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റിയിലുള്ള ഒരു ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഫസ്റ്റ് കേസിൽ കാണിച്ചിട്ടുള്ളത്. സെക്കൻഡ് കേസിൽ എന്താണ്, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി ആണ്. അതായത് പോസിറ്റീവ് വെലോസിറ്റി ആവുന്ന സമയത്ത് അത് എന്താ ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യൂണിഫോം തന്നെയാണ്, പക്ഷെ അത് നെഗറ്റീവ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, അത് ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ പൊസിഷൻ ടൈം ഓഫ് ഒബ്ജക്ട് വിച്ച് ഈസ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്ട് എന്തായിരിക്കും, എത്ര ടൈം ഇൻക്രീസ് ചെയ്താലും അതിന്റെ പൊസിഷൻ എന്തായിരിക്കും, സെയിം തന്നെ ആയിരിക്കും. അപ്പൊ അത് എക്സ് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും, സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ 3 കേസസ് ഒന്ന് ഓർത്തിരിക്കുക. ദിസ് ഈസ് ദ കേസ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് വെലോസിറ്റി, അതായത് യൂണിഫോം പോസിറ്റീവ് വെലോസിറ്റി ആണ് ഫസ്റ്റ് കേസ്. അടുത്ത കേസ് എന്താണ്, യൂണിഫോം നെഗറ്റീവ് വെലോസിറ്റി. ആൻഡ് ദ തേർഡ് കേസ് ഈസ് അറ്റ് റെസ്റ്റിലിരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒബ്ജക്റ്റിന്റെ പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഈ കാര്യങ്ങൾ ഒന്ന് ഗ്രാഫുകൾ കൃത്യമായിട്ട് വരച്ച് തന്നെ പഠിക്കുക, മാറിപ്പോകരുത്. കാരണം നമ്മൾ കൂടുതൽ ഗ്രാഫുകളെ കുറിച്ചിട്ട് ഇതിനകത്ത് ജസ്റ്റ് ഷേപ്പ് ഓഫ് ദ ഗ്രാഫ്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് കേസിൽ ചോദിച്ചിട്ടുള്ളത് ദ പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അതായത് ഒരു പൊസിഷൻ ടൈം ഗ്രാഫ്, യൂണിഫോം മോഷനിലുള്ള പൊസിഷൻ ടൈം ഗ്രാഫിന്റെ ഷേപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളിപ്പോ കണ്ടതാണ് അല്ലെ. പൊസിഷൻ ടൈം ഗ്രാഫ് ഇൻ ദ കേസ് ഓഫ് യൂണിഫോം മോഷൻ ഇസ് സ്ട്രേറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരിക്കും. നമ്മളിവിടെ ഡയഗ്രത്തിൽ കാണിച്ചുള്ളത് പോലെ സ്ട്രേറ്റ് ലൈൻ ആണ് വിച്ച് ഈസ് ഇൻക്ലൈൻ ടു ടൈം ആക്സിസ് ആയിരിക്കും. അതേപോലെ തന്നെ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അതായത് നമ്മളൊരു പൊസിഷൻ ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എടുത്താൽ, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, y ബൈ എക്സ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ y എന്ന് പറയുന്ന ഭാഗത്ത് എന്താ വരുന്നത്, പൊസിഷൻ ആണ് ഡിവൈഡഡ് ബൈ ടൈം. പൊസിഷൻ ബൈ ടൈം എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി വെലോസിറ്റി. എന്ത് പറയാം, സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഗീവ്സ് വെലോസിറ്റി. അതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ ഈസ് ഡാഷ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടത് എന്ത് ഗ്രാഫ് ആയിരുന്നു, പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ എങ്ങനെയായിരിക്കും, സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ദ ടൈം ആക്സിസ് ആയിരിക്കും. ഇവിടെ എന്താണ് ഉള്ളത്, യൂണിഫോം മോഷനിലാണ്. അപ്പൊ അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് ഇൻ യൂണിഫോം മോഷൻ വിൽ ബി എ സ്ട്രേറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ് ആയിരിക്കും. അടുത്തത് വീണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ദ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അതായത് വെലോസിറ്റി ടൈം ഗ്രാഫിൽ ഉണ്ടാവുന്ന ഏരിയ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്തായിരിക്കും. അപ്പൊ നമുക്ക് ആ ഗ്രാഫുകൾ ഒന്ന് മനസ്സിലുണ്ടാവണം. ഇനി എങ്ങനെയാണ് അതെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത്. അവിടെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തിന് ഈക്വൽ ആയിരിക്കും, ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കില്ലേ. ഓക്കെ, വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ്. സോ ഇവിടുന്ന് വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന ഏരിയ എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ ഗ്രാഫുകൾ ബൈ ഹാർട്ട് ചെയ്യാതെ, അതായത് ഈ കൺസെപ്റ്റുകൾ ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, അപ്പൊ ആ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡിസ്പ്ലേസ്മെന്റ്. അടുത്ത കേസ് എന്താ ചോദിച്ചിട്ടുള്ളത്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ്. ആദ്യത്തത് ഏരിയ ആയിരുന്നു, ഇവിടെ എന്താണ്, സ്ലോപ്പ് ഓഫ് വെലോസിറ്റി ടൈം ഗ്രാഫ് ഗീവ്സ് ഡാഷ്. അതായത് അതൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. വെലോസിറ്റി ആണ് y ആക്സിസിൽ വരുന്നത്, ടൈം ആണ് x ആക്സിസിൽ. അപ്പൊ സ്ലോപ്പ് എടുക്കുക എന്ന് പറഞ്ഞാൽ y ബൈ എക്സ് ആണ്, ദാറ്റ് ഈസ് വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ദാറ്റ് വിൽ ബി ആക്സിലറേഷൻ. ക്ലിയർ? The next question is define average acceleration. എന്താണ് ആവറേജ് ആക്സിലറേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ ഓവർ ടൈം ഇന്റർവെൽ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ടൈം ഇന്റർവെൽ ആണ്. അതായത് v2 മൈനസ് v1 ബൈ t2 മൈനസ് t1 എന്ന് പറയുന്നതാണ് എന്ത്, ആവറേജ് ആക്സിലറേഷൻ. ദാറ്റ് ഈസ് ദ
ratio of change in velocity to time interval, that is v2 minus v1 by t2 minus t1, or it can be written as delta v by delta t. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുന്നതിന് നമുക്ക് ഡെൽറ്റ വി എന്ന് എഴുതാം, ഡിവൈഡ് ബൈ ചേഞ്ച് ഇൻ ടൈം ഇന്റർവൽ, ദാറ്റ് ഈസ് ഡെൽറ്റ ടി. അപ്പോൾ ആവറേജ് ആക്സിലറേഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ചേഞ്ച് ഇൻ വെലോസിറ്റി ടു ദ ടൈം ഇന്റർവൽ, ഓർ v2 minus v1 by t2 minus t1 ആണ് ആവറേജ് ആക്സിലറേഷൻ. ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടിക്ക് ഈക്വൽ ആയിരിക്കും. The next question is, draw the position time graph of an object moving with positive acceleration, negative acceleration and zero acceleration. അപ്പോൾ നമ്മൾ പൊസിഷൻ ടൈം ഗ്രാഫ് വെലോസിറ്റിയുടെ കേസിലാണ് നമ്മൾ നേരത്തെ കണ്ടത്. ഇവിടെ എന്താണ് ചോദിച്ചിട്ടുള്ളത്? ആക്സിലറേഷന്റെ കേസിലാണ്, അതായത് പോസിറ്റീവ് ആക്സിലറേഷൻ, നെഗറ്റീവ് ആക്സിലറേഷൻ ആൻഡ് സീറോ ആക്സിലറേഷൻ. അപ്പൊ അതിന്റെ ഗ്രാഫുകളുടെ ഷേപ്പ് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത് എന്താണ്? ടൈം ആണ്. വൈ ആക്സിസിൽ എടുക്കുന്നത് പൊസിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, പക്ഷെ അത് മാർക്ക് ചെയ്യാൻ നിങ്ങൾ മറന്നു പോകരുത്. ഒരു ഗ്രാഫ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എക്സ് ആക്സിസും വൈ ആക്സിസും കൃത്യമായിട്ട് മാർക്ക് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഷേപ്പ് ഓഫ് ദ ഗ്രാഫും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ വരുന്നത് ഏതാണ്? ഫസ്റ്റ് വരുന്നത് പോസിറ്റീവ് ആക്സിലറേഷൻ ആണ്. അപ്പൊ പോസിറ്റീവ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് അല്ലെ. സെക്കൻഡ് കേസിൽ എന്ത് വരും? ആക്സിലറേഷൻ ഡിക്രീസ് ചെയ്യുന്നതാണ്. നെഗറ്റീവ് ആക്സിലറേഷൻ ആണ് സെക്കൻഡ് കേസിൽ കാണിച്ചിട്ടുള്ളത്. തേർഡ് കേസിൽ എന്താണ്? സീറോ ആക്സിലറേഷൻ. ഓക്കെ, അതായത് അവിടെ എന്ത് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റ് ആക്സിലറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അവിടെ ഉണ്ടാവുന്ന പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സ്ട്രേറ്റ് ലൈൻ ആണ്, ബിക്കോസ് ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സീറോ. അടുത്ത കേസ് എന്താ ചോദിച്ചിട്ടുള്ളത്? ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ് ഓഫ് എൻ ഒബ്ജക്ട് മൂവിംഗ് വിത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. അതായത് നമ്മൾ നേരത്തെ കണ്ടത് പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. സോ ഇൻ ദ കേസ് ഓഫ് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷൻ ആൻഡ് യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയും വെലോസിറ്റി ആണ് വൈ ആക്സിസിൽ എടുത്തിട്ടുള്ളത്, പൊസിഷൻ ടൈം ആണ് എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ടൈം ആണ് വേരിയബിൾ. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് യൂണിഫോം പോസിറ്റീവ് ആക്സിലറേഷന്റെ കേസാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് ഇൻ ദ പോസിറ്റീവ് ഡയറക്ഷൻ. അടുത്ത കേസ് എന്താണ്? നെഗറ്റീവ് ആക്സിലറേഷൻ. യൂണിഫോം നെഗറ്റീവ് ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ് ചെയ്യുന്നത്? ടൈം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് വാല്യൂ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ഗ്രാഫുകളുടെ ഷേപ്പ് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമ്മൾ കുറെ ഗ്രാഫുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ആ ഗ്രാഫുകളുടെ ഷേപ്പുകൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വരച്ചു പഠിക്കുക. The next question is, draw the velocity time graph of a stone thrown vertically upwards and comes back. Okay, അതായത് നമ്മൾ മുകളിലേക്ക് എറിയുന്ന, വെർട്ടിക്കലി അപ്വേർഡ്സ് എറിയുന്ന, മുകളിലേക്ക് എറിയുന്ന ഒരു കല്ലിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ചും അത് പഴയ പൊസിഷനിലേക്ക് തന്നെ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് എഴുതുക? അപ്പൊ വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരുന്നുണ്ട്? ഡയറക്ഷൻ കൂടി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് കേസിൽ എന്താ ചെയ്യുന്നത്? ഒരു സ്റ്റോൺ നമ്മൾ മുകളിലേക്ക് എറിഞ്ഞു, ഇനി അത് തിരിച്ച് താഴത്തേക്ക് വരികയാണ്. അപ്പൊ നമുക്ക് വരുന്ന ഗ്രാഫിൽ എന്ത് കാണണം? ഇവിടെ നെഗറ്റീവ് വെലോസിറ്റി കൂടെ കാണിക്കണം. ഓക്കെ, അതായത് അപ്വേർഡ്സ് പോയി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? താഴത്തേക്ക് തന്നെ വരികയാണ്. അപ്പൊ ആ ഡയറക്ഷൻ ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇവിടെ പ്ലസ് ബി ഉണ്ട്, മൈനസ് ബി ഉണ്ട്. അപ്പൊ അതിന്റെ ഡയറക്ഷൻ ടൈം ഇസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി അലോങ് വൈ ആക്സിസ് ആണ്. അപ്പൊ ഈ ഗ്രാഫിന്റെ ഷേപ്പ് ഒന്ന് കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അതേപോലെ തന്നെ സ്പീഡ് ടൈം ഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് എന്ത് മാറ്റം വരും? ഓഫ് എ സ്റ്റോൺ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് ആൻഡ് കം ബാക്ക്. ഇവിടെ സ്പീഡ് ആവുന്ന സമയത്ത് എന്ത് പ്രശ്നമില്ല? ഡയറക്ഷൻ പ്രശ്നമില്ല അല്ലെ. അതൊരു സ്കാലർ ക്വാണ്ടിറ്റി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്ഷൻ ഇസ് നോട്ട് ഇമ്പോർട്ടന്റ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം? അതായത് സ്പീഡ് എന്ന് പറയുന്നത്, അതായത് ഇവിടെ വന്ന് തട്ടി എന്ത് ചെയ്യുന്നുണ്ട്? അത് തിരിച്ച് മുകളിലേക്ക് തന്നെ പോകുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ദ കേസ് സ്പീഡ് ടൈം ഗ്രാഫ്. The next question is, draw the velocity time graph of a freely falling body. അതായത് ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിയുടെ കേസിൽ ഉണ്ടാവുന്ന വെലോസിറ്റി ടൈം ആണ് ഗ്രാഫ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ വെലോസിറ്റി ഈസ് ടേക്കിംഗ് അലോങ് വൈ ആക്സിസ് ആൻഡ് ടൈം അലോങ് എക്സ് ആക്സിസ്. അപ്പൊ അത് എന്താ ചെയ്യുന്നത്? ഫ്രീലി ഫോളിംഗ് ആണ്. അതായത് ഫ്രീലി ഫോളിംഗ് എന്ന് പറയുന്ന കേസ് എങ്ങനെയാണ് വരുന്നത്? അതിനകത്ത് ഉണ്ടാവുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് എന്ത് മാത്രമായിരിക്കും? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി മാത്രമായിരിക്കും. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് മാത്രം ആയിരിക്കും അതിനെ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ അത്തരം കേസസിനെയാണ് നമ്മൾ ഫ്രീ ഫോൾ എന്ന് പറയുക. അപ്പൊ അതിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി, is it possible for a body to have zero velocity with a non-zero acceleration? Give an example. അതായത് is it possible for a body to have a zero velocity? അതായത് ഒരു ബോഡിക്ക് സീറോ വെലോസിറ്റി പോസിബിൾ ആണോ വിത്ത് എ നോൺ സീറോ ആക്സിലറേഷൻ? അതിന്റെ ആക്സിലറേഷൻ സീറോ അല്ല, പക്ഷെ അതിനൊരു സീറോ വെലോസിറ്റി പോസിബിൾ ആണോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഒരു എക്സാമ്പിൾ കൂടെ ചോദിച്ചിട്ടുണ്ട്.
എന്ത് പറയാൻ പറ്റും? യെസ്, കാരണം എന്താണ്? when a body is thrown upwards at the highest point of projection, അതിന്റെ വെലോസിറ്റി എന്തായിരിക്കും? നമ്മളൊരു കല്ല് മുകളിലേക്ക് എറിഞ്ഞു എന്ന് വിചാരിക്കാം. അത് ടോപ്പിൽ എത്തുന്ന സമയത്ത് ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്? അത് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് അതിന് വല്ല വെലോസിറ്റി ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പക്ഷെ അതിനകത്ത് എന്തുണ്ടാവും? ആക്സിലറേഷൻ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ഫോളിന്റെ കേസിലും എന്ത് ആക്ട് ചെയ്യുന്നുണ്ട്? അതിനകത്ത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ ആ സമയത്ത് അവിടെ ആക്സിലറേഷൻ ഉണ്ടായിരിക്കും, ബട്ട് ദർ വിൽ ബി നോ വെലോസിറ്റി. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് എ ബോഡി ഹാവിംഗ് സീറോ വെലോസിറ്റി വിത്ത് എ നോൺ സീറോ ആക്സിലറേഷൻ. അപ്പൊ എങ്ങനെ ആൻസർ ചെയ്യാം? യെസ്, when a body is thrown upwards at the highest point of projection, its velocity is zero, but it has an acceleration. Okay. Next question is the velocity time graph of a ball thrown vertically upwards with an initial velocity is shown in figure. നമുക്ക് ഡയഗ്രത്തിൽ തന്നിട്ടുള്ളത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. ഒരു ബോൾ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡ്സ്, അതായത് മുകളിലേക്ക് എറിയുന്ന സമയത്ത് ഉണ്ടാവുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ വെലോസിറ്റി is taken along y axis and time is taken along x axis. ഇനി അതിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നോക്കി നോക്കാം. What is the magnitude of initial velocity of the ball? അതായത് ആ ബോളിന്റെ ഇനീഷ്യൽ വെലോസിറ്റി എത്രയാണെന്നുള്ളത് ഗ്രാഫിൽ നോക്കിയിട്ട് കണ്ടെത്തണം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 seconds ഫ്രം ദ ഗ്രാഫ്. അതായത് കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ, ആ ബോള് 20 സെക്കൻഡ്സിനകത്ത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എത്രയാണെന്നുള്ളതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് കാൽക്കുലേറ്റ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ ഫ്രം ദി ഗ്രാഫ്. എങ്ങനെയാണ് ബോളിന്റെ ആക്സിലറേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? ഈ 3 കാര്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കിയാലോ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? ഇനീഷ്യൽ വെലോസിറ്റി. അപ്പൊ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് ടൈം ഇവിടെ 0 ആവുന്ന സമയത്ത് എത്രയായിരുന്നു വെലോസിറ്റി ഉള്ളത് നോക്കി നോക്കൂ. യെസ്, അത് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് അല്ലെ? ഡയഗ്രത്തിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ടൈം 0 ആവുന്ന സമയത്ത് 100 മീറ്റർ പെർ സെക്കൻഡ് ആയിരുന്നു അതിന്റെ വെലോസിറ്റി. അതായിരിക്കും ഇനീഷ്യൽ വെലോസിറ്റി. സോ we can answer as initial velocity is equal to 100 meter per second. അപ്പൊ അത്രയേ ഉള്ളൂ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ദ ബോൾ ഡ്യൂറിങ് 20 seconds ഫ്രം ദ ഗ്രാഫ്. അതായത് 20 seconds ആവുന്ന സമയത്ത് അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എങ്ങനെ കാണാം? അപ്പൊ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് അതിന്റെ ഡിസ്റ്റൻസ് കാണാൻ പറ്റുക? അപ്പൊ അവിടെ ഏരിയ ഓഫ് ദ ഗ്രാഫ് കണ്ടാൽ മതി അല്ലെ? സോ എങ്ങനെയാണ് ടോട്ടൽ ഏരിയ കാണാം? ഇത് 2 ട്രയാങ്കിൾസ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. 2 ട്രയാങ്കിൾസ് ആണെങ്കിൽ ഫസ്റ്റ് വണ്ണിന്റെ ഏരിയ എങ്ങനെ കാണാം? ഹാഫ് ഇൻറ്റു B1H1 പ്ലസ് സെക്കൻഡ് വണ്ണിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് B2H2 ആണ്. വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഹാഫ് ഇൻറ്റു ഫസ്റ്റ് കേസിൽ ഉണ്ടാവുന്ന ബേസ് എത്രയാണ് വരുന്നത്? 10 അല്ലേ വരുന്നത്? ഇൻറ്റു 100. ഓക്കെ, ഹൈറ്റ് വരുന്നത് എത്രയാണ്? 100 പ്ലസ് ഹാഫ് ഇൻറ്റു അഗെയിൻ B2 എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ടോട്ടൽ കിട്ടുന്ന എത്രയാണ്? 1000 മീറ്റർ ആണ്. സോ ദാറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതായത് ടോട്ടൽ അത് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 1000 മീറ്റർ ആണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദ ബോൾ? ആക്സിലറേഷൻ എങ്ങനെ കാണാൻ പറ്റുക? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് വെലോസിറ്റി ടൈം ഗ്രാഫ് ആണ്. അപ്പൊ അതിന്റെ സ്ലോപ്പ് എടുത്താൽ എന്ത് കിട്ടും? സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പോ y ആക്സിസിൽ വരുന്നത് വെലോസിറ്റി അല്ലേ? അപ്പൊ അതിന്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഡിവൈഡഡ് ബൈ ടൈം, അതിനല്ല ആക്സിലറേഷൻ. അപ്പൊ നമുക്ക് ആക്സിലറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടാൽ മതി. സോ സ്ലോപ്പ് ഇസ് ഈക്വൽ ടു V2 മൈനസ് V1 ഡിവൈഡഡ് ബൈ T2 മൈനസ് T1. ഓക്കെ, അതായത് 0 മൈനസ് 100 ഡിവൈഡഡ് ബൈ 10 മൈനസ് 0 എന്ന് വരും. അപ്പൊ എത്രയാണ്? -10 ആണ് വരുന്നത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. സോ ദാറ്റ് ഈസ് ദ acceleration of the ball from the graph. Okay. Now we can move to the next question. The question is, draw the velocity time graph of a body with uniform acceleration. Then using the graph, obtain velocity time relation, displacement time relation and displacement velocity relation. അപ്പോൾ ഒരു ചെറിയൊരു ഡെറിവേഷൻ ആണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ് അടുത്തത്. അതായത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് 3 കാര്യങ്ങൾ ഡിറൈവ് ചെയ്യാം, 3 ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഒന്ന് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പൊ അങ്ങനെ പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നത് V is equal to U plus AT. നിങ്ങൾ മുമ്പ് പഠിച്ചിട്ടുള്ള ഇക്വേഷൻ ആണ്. അതായത് V is equal to U plus AT എന്ന് പറയുന്നതാണ് വെലോസിറ്റി ടൈം റിലേഷൻ. അപ്പൊ അതെങ്ങനെ ഡിറൈവ് ചെയ്യാം എന്നുള്ളത് നോക്കാം
അതുപോലെ തന്നെ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ, അതായത് പൊസിഷൻ ടൈം റിലേഷൻ എന്ന് പറയാറുണ്ട്. എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറയുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ. ഓക്കെ, ദെൻ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ തേർഡ് വൺ എന്ന് പറയുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്ന് പറയുന്ന ആ 3 സിമ്പിൾ ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് എങ്ങനെയാണ് നമ്മൾ ഒരു യൂണിഫോംലി ആക്സിലറേറ്റഡ് ബോഡിയുടെ കേസിൽ ഒരു വെലോസിറ്റി ടൈം ഗ്രാഫ് യൂസ് ചെയ്തുകൊണ്ട് ഡിറൈവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഒരു ഗ്രാഫാണ്. നമുക്കിവിടെ ഡയഗ്രത്തിൽ കാണുന്നത് പോലെ ഒരു ഗ്രാഫ്, അതായത് അത് യൂണിഫോംലി ആക്സിലറേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒരു ബോഡി മൂവിങ് അലോങ് എ സ്ട്രേറ്റ് ലൈൻ വിത്ത് യൂണിഫോം ആക്സിലറേഷൻ എ, അതായത് യൂണിഫോം ആക്സിലറേഷൻ എയോടുകൂടി ട്രാവൽ ചെയ്യുന്ന ഒരു ബോഡിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഇനി യു ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി ആൻഡ് വി ഇസ് ദ ഫൈനൽ വെലോസിറ്റി അറ്റ് എ ടൈം ടി. ഇവിടെ ഉണ്ടാവുന്ന ഇനീഷ്യൽ വെലോസിറ്റി ഒ എ ആണ് നമ്മൾ ഡയഗ്രത്തിൽ എടുത്തിട്ടുള്ളത്. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ യു. ഓക്കെ, ഇനി വെലോസിറ്റി ടൈം റിലേഷൻ, അതായത് ഗ്രാഫ് വരയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം ടൈം ഈസ് ടേക്കൺ അലോങ് എക്സ് ആക്സിസ് ആൻഡ് വെലോസിറ്റി ഈസ് ടേക്കൺ അലോങ് വൈ ആക്സിസ്. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ യു എന്ന് പറയുന്നത് എന്താണ്, ഒ എ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഇസ് ദ ഇനീഷ്യൽ വെലോസിറ്റി. ഇനി ഫൈനൽ വെലോസിറ്റി എത്രയാണ് വരുന്നത് നോക്കി നോക്കൂ. ഇവിടെ ബി ഡി എന്ന് പറയുന്നതാണ് ഫൈനൽ വെലോസിറ്റി. റൈറ്റ്, ഇനി ഇതിനകത്ത് നമുക്ക് കാണാനുള്ളത് എന്താണ്, ആദ്യം ഫസ്റ്റ് കേസിൽ നമുക്ക് കാണാനുള്ളത് വെലോസിറ്റി ടൈം റിലേഷൻ ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ കാണാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിൽ നമുക്ക് ഗ്രാഫിനകത്ത് ചില പോയിന്റ്സ് നമുക്ക് അറിയാവുന്നതൊന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞു ഒ എ എന്ന് പറയുന്നത് യു ആണെന്നറിയാം. ഇനി ബി ഡി എന്ന് പറയുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്, വി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബി സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമുക്ക് എങ്ങനെ കാണാം, അതായത് നമുക്ക് ഇവിടെ ഈ എ ബി എന്ന് പറയുന്നതാണ്, അതായത് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷന്റെ കേസിൽ ഉണ്ടാവുന്ന ഗ്രാഫ് അല്ലെ. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവിടെ ഒരു ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഇനി ആ കേസില് ബി സി എന്ന് പറയുന്ന ലെങ്ത് എങ്ങനെ കാണാൻ പറ്റുക, ബി ഡി എന്ന് പറയുന്നത് വി ആണ്. അതേപോലെ തന്നെ ഡി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്, യുവിന് ഈക്വൽ അല്ലെ. അപ്പൊ ബി സി വിൽ ബി ഈക്വൽ ടു വി മൈനസ് യു ആണ്. ഓക്കെ, ഇനി നമുക്ക് വെലോസിറ്റി ടൈം റിലേഷൻ കാണാം. അപ്പൊ നമുക്ക് ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ എങ്ങനെ കാണാൻ പറ്റും നോക്കി നോക്കൂ. വെലോസിറ്റി ആണ് വൈ ആക്സിസിൽ, ദെൻ ടൈം ആണ് എക്സ് ആക്സിസിൽ എടുത്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ആക്സിലറേഷൻ കാണണമെന്നുണ്ടെങ്കിൽ എന്ത് കണ്ടാൽ മതി, ഇവിടെ സ്ലോപ്പ് കണ്ടാൽ മതി അല്ലെ. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ ആണ് എന്ത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാവുന്ന ചേഞ്ച് ഇൻ വെലോസിറ്റി എങ്ങനെ കാണാൻ പറ്റും, യെസ് ബി സി ആണ്, ദാറ്റ് ഈസ് വി മൈനസ് യു ബൈ എ സി. എ സി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, ടി ആണ് അല്ലെ, ടൈം ആണ്. അപ്പൊ അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി ഗ്രാഫ് ആണ്, ദാറ്റ് ഈസ് ബി സി ബൈ എ സി. ക്ലിയർ ആയല്ലോ. ഇനി കാരണം അതിന്റെ നമ്മൾ എക്സ് ആക്സിസിൽ എടുക്കുന്നത് ടൈമും വൈ ആക്സിസിൽ എടുക്കുന്നത് വെലോസിറ്റി ആണ്. അപ്പൊ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ഇന്റർവെൽ ആണ് എന്ത്, ആക്സിലറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് അവിടെ നമ്മൾ സ്ലോപ്പ് എടുക്കുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ പഠിക്കാം. ഇനി അപ്പൊ എ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി, വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. ഇനി അതിനെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ വരിക, വി മൈനസ് യു എന്തായിട്ട് കിട്ടും, എ ടി ആണ്. കാരണം നമുക്ക് ഇവിടെ ഡിറൈവ് ചെയ്യാനുള്ള ഇക്വേഷൻ ഏതാണ്, വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ വി മൈനസ് യു ഇസ് ഈക്വൽ ടു എ ടി എന്ന് കിട്ടിയാൽ അതിനെ ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി മാറും, v is equal to u plus at എന്ന് കിട്ടും. So that is the velocity time relation. Next we have position time relation or displacement time relation. എങ്ങനെയാണ് പൊസിഷൻ ടൈം റിലേഷൻ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ കാണുന്നത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് തന്നിട്ടുള്ള ഗ്രാഫില് ഒ എ ബി ഡി എന്ന് പറയുന്ന ഈ ഭാഗം ഒന്ന് കൺസിഡർ ചെയ്യാം. ഒ എ ബി ഡി. ഇവിടെ നമുക്ക് പൊസിഷൻ ടൈം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷനകത്ത് കാണാനുള്ളത് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ ആണ്. അതായത് ഒരു വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കാണാം, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഏരിയ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് വിൽ ഗീവ് ഡിസ്പ്ലേസ്മെന്റ്, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ ഈ ഗ്രാഫിന്റെ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ പറഞ്ഞു ഒ എ ബി ഡി എന്ന് പറയുന്ന സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് രണ്ട് പാർട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഒരു റെക്ടാങ്കിളും. അപ്പൊ എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിളും ഒ എ സി ഡി എന്ന് പറയുന്ന ഒരു റെക്ടാങ്കിളും ഉണ്ട്. അപ്പൊ അവയുടെ ടോട്ടൽ ഏരിയ കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇവിടെ ഉണ്ടാവുന്ന ഏരിയക്ക് ഈക്വൽ ആയിരിക്കും, ദാറ്റ് വിൽ ബി ഈക്വൽ ടു ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ എങ്ങനെ എഴുതാം, ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. അതായത് എസ് ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ദി ട്രയാങ്കിൾ എന്ന് എഴുതാം അല്ലെ. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ്, യെസ് യു ടി ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, യു ഇൻറ്റു ടിക്ക് ഈക്വൽ ആണ് അല്ലെ. യു എന്ന് പറയുന്നതാണ് ഒ എ ഇൻറ്റു ടി പ്ലസ്
half BH ആണ് in the area of the triangle. So half into B is V minus U into T എന്ന് എഴുതാം. ഇനി ഇവിടെ ചെയ്യാൻ പോകുന്നത് വി മൈനസ് യുവിന് പകരം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ഇക്വേഷനകത്തുനിന്ന് വി ഇസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് വി മൈനസ് യു എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എ ടിക്ക് ഈക്വൽ അല്ലേ? അപ്പൊ ഇവിടുത്തെ വി മൈനസ് യുവിന് പകരം നമുക്ക് എ ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്തായി മാറും ഇക്വേഷൻ? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി ഇൻറ്റു ടി എന്ന് എഴുതാം. ദാറ്റ് ഈസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പൊ വളരെ ഈസി ആയിട്ട് കാണാൻ പറ്റുന്നതാണ്. നമുക്ക് ഡിസ്പ്ലേസ്മെന്റ് ആണ് കാണേണ്ടത്. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആണ്. അപ്പൊ അവിടെ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ പ്ലസ് റെക്ടാംഗിളിന്റെ ഏരിയ കണ്ടു. ജസ്റ്റ് ഇക്വേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണ്? എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളതാണ്. Now we can derive the third equation. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ ഓർ പൊസിഷൻ വെലോസിറ്റി റിലേഷൻ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി റിലേഷൻ എന്ന് പറയുന്നതിൽ നമുക്ക് ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ വെച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അതായത് ഡിസ്പ്ലേസ്മെന്റ് കാണാനുള്ള ഒരു മെത്തേഡാണ് ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം എന്ന് പറയുന്നത് നമുക്ക് ഗ്രാഫിൽ നിന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ ആവറേജ് വെലോസിറ്റി എന്തിന് ഈക്വൽ ആയിരിക്കും? വി പ്ലസ് യു ബൈ ടുവിന് ഈക്വൽ ആയിരിക്കില്ലേ? ഓക്കെ, ആവറേജ് വെലോസിറ്റി എന്ന് പറയുന്നത് ഫൈനൽ വെലോസിറ്റി പ്ലസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടുവിന് ഈക്വൽ ആണ്. ദാറ്റ് ഇസ് വി പ്ലസ് യു ബൈ ടു ആണ്. ഇനി നമ്മൾ ഇക്വേഷൻ 1ൽ നിന്ന് വി മൈനസ് യു ഈക്വൽ ടു എ ടി എന്ന് പറയുന്ന ഇക്വേഷൻ പഠിച്ചതാണ്. ഇവിടെ നമുക്ക് ടൈമിന് മറ്റൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വി മൈനസ് യു ഈക്വൽ ടു എ ടിയിൽ നിന്ന് ടിയുടെ ഇക്വേഷൻ എങ്ങനെ കാണാം? വി മൈനസ് യു ബൈ എക്ക് ഈക്വൽ അല്ലേ? ടി ഈക്വൽ ടു വി മൈനസ് യു ബൈ എക്ക് ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ടു ആവറേജ് വെലോസിറ്റി ഇൻറ്റു ടൈം ആണ്. സോ ആവറേജ് വെലോസിറ്റി എന്താണ്? എസ് ഇസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടു ഇൻറ്റു വി മൈനസ് യു ബൈ ടു. അതായത് ടിക്ക് പകരം വി മൈനസ് യു ബൈ ടു എന്ന് എഴുതി. ഇവിടെ മുകളിലുള്ള ഇക്വേഷൻ എന്തിന് ഈക്വൽ ആണ്? അതായത് ന്യൂമറേറ്ററിലുള്ളത് വി പ്ലസ് യു ഇൻറ്റു വി മൈനസ് യു ദാറ്റ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ദാറ്റ് ഇസ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ് അല്ലെ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം? എസ് ഇസ് ഈക്വൽ ടു വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഡിവൈഡഡ് ബൈ 2a എന്ന് എഴുതാം. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും നോക്കി നോക്കൂ. വി സ്ക്വയർ മൈനസ് യു സ്ക്വയർ ഇസ് ഈക്വൽ ടു 2as or v square is equal to u square plus 2as. That is the third equation. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് കൈനമാറ്റിക് ഇക്വേഷൻസ് ഓഫ് യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 3 ഇക്വേഷനും ഡിറൈവ് ചെയ്യാനും അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത്, യൂണിഫോംലി ആക്സിലറേറ്റഡ് ആയിട്ടുള്ള ബോഡിയുടെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുന്നത് എന്നുള്ള കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ.